സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമാകുന്ന അപ്പം എന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടത ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യക മർത്തമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. കർത്താവിൽ പ്രിയരെ, കഴിഞ്ഞ 2 ആഴ്ച ചില സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് നമ്മുടെ ബൈബിൾ സ്റ്റഡി നടത്താനായിട്ട് സാധിച്ചില്ല. ഇന്ന് ദൈവത്തിന്റെ അളവറ്റ കരുണയാൽ ഈ സമയം അവിടുന്ന് നമുക്ക് അനുവദിച്ച് തന്നിരിക്കുകയാണ്. നമ്മളെ സങ്കീർത്തനങ്ങളാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച വരെ നിർത്തുന്ന 2 ആഴ്ചകൾക്ക് മുമ്പ് നമ്മളെ 7ാമത്തെ സങ്കീർത്തനം വരെയാണ് പഠിക്കുവാനായിട്ട് പരിശ്രമിച്ചത്. ഇന്ന് 8ഉം 9ഉം സങ്കീർത്തനങ്ങളാണ് അല്പസമയം ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും അതിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും പഠിക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നത്. 8ാം സങ്കീർത്തനം ഒന്ന് വായിക്കാമോ? ചെറിയൊരു സങ്കീർത്തനമാണ്, 9 വാക്യങ്ങളുള്ള ഒരു ചെറിയ സങ്കീർത്തനം. 8ാം സങ്കീർത്തനം വായിച്ചോളൂ. ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. നീ ആകാശത്തിൽ നിന്റെ തേജസ് വെച്ചിരിക്കുന്നു. നിന്റെ വൈരികൾ നിമിത്തം ശത്രുവിനെയും പകയനെയും മിണ്ടാതാക്കുവാൻ തന്നെ. നീ ശിശുക്കളുടെയും മുലകുടിക്കുന്നവരുടെയും വായിൽ നിന്ന് ബലം നിയമിച്ചിരിക്കുന്നു. നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മർത്യനെ നീ ഓർക്കേണ്ടതിനെ അവൻ എന്തേ? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിനെ അവൻ എന്തുമാത്രം? നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലത്തെയും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു. ആടുകളെയും കാളകളെയും എല്ലാ കാട്ടിലെ മൃഗങ്ങളെയൊക്കെയും ആകാശത്തിലെ പക്ഷികളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും സമുദ്രമാർഗങ്ങളിൽ സഞ്ചരിക്കുന്ന സകലത്തെയും തന്നെ. ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, 8ാം സങ്കീർത്തനം ഇത് വായിച്ച് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും മനുഷ്യന്റെ മഹത്വത്തെയും അതോടൊപ്പം തന്നെ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെയും ഒക്കെ കാണിക്കുന്ന ഒരു സങ്കീർത്തന ഭാഗമാണ് ഈ 8ാം സങ്കീർത്തനം. മനുഷ്യന് ദൈവം കൊടുത്തിട്ടുള്ള മഹത്വത്തിന്റെ വലിപ്പം എത്ര വലുതാണെന്ന് സങ്കീർത്തനക്കാരനിലൂടെ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുകയും പ്രപഞ്ചത്തിൽ അവന്റെ അതുല്യമായ സ്ഥാനം എത്ര വലുതാണെന്ന് കാണിക്കുകയും ചെയ്യുന്ന ഒരു സങ്കീർത്തന ഭാഗമാണ് ഈ 8ാം സങ്കീർത്തനം. ഈ 8ാം സങ്കീർത്തനത്തിലെ 2ാമത്തെ വാക്യം ഇപ്രകാരമാണ്: നിന്റെ വൈരികൾ നിമിത്തം ശത്രുവിനെയും പകയനെയും മിണ്ടാതാക്കുവാൻ തന്നെ നീ ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് ബലം നിയമിച്ചിരിക്കുന്നു. ഈ 2ാം സങ്കീർത്തനം എവിടെയെങ്കിലും ഉദ്ധരിക്കപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? പുതിയ നിയമത്തിൽ യേശു തന്നെ ഈ സങ്കീർത്തനം ഒരിടത്ത് ഉദ്ധരിക്കുന്നുണ്ട്. എവിടെയാണെന്ന് അറിയാമോ? ആർക്കെങ്കിലും പറയാമോ? നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ശുശ്രൂഷയാണ്. ആ ശുശ്രൂഷയ്ക്കിടയിലും ഏവങ്കേലിയോനിലും ഇതിനൊക്കെ പറ്റിയുള്ള വായനയുണ്ട്. ഓശാനയ്ക്ക് ആൻസി ആന്റിയെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. അതായത് ഓശാന. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം എടുക്കാമോ? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 15ഉം 16ഉം വാക്യങ്ങൾ വായിച്ചാൽ യേശു ഈ സങ്കീർത്തന ഭാഗമാണ് ഓശാന ശുശ്രൂഷയുടെ ഇടയിൽ, അതായത് യെറുശലേമിലേക്ക് രാജകീയമായ പ്രവേശനം, യെറുശലേം ദേവാലയത്തിലേക്ക് രാജാവിനെ പോലെ അവിടുന്ന് പ്രവേശിക്കുമ്പോൾ അവിടെ നിൽക്കുന്ന ശിശുക്കളും പൈതങ്ങളും മുതിർന്നവരുമെല്ലാം ദാവീദ് പുത്രന് ഓശാന എന്ന് പാടിക്കൊണ്ടിരിക്കുമ്പോൾ പരീശന്മാരും മതപ്രമാണികളുമെല്ലാം കടന്നു വന്ന് അവരെ വിലക്കുവാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ
യേശു എടുത്തുപയോഗിക്കുന്ന ഉദ്ധരിക്കുന്ന സങ്കീർത്തന ഭാഗമാണ്. അതിലൂടെ ഈ സങ്കീർത്തനം പൂർണ്ണമാക്കപ്പെട്ടു എന്നുകൂടെ നമുക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കും. എടുക്കാമോ? വായിച്ചോ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21:15-16 വാക്യങ്ങൾ. കിട്ടിയില്ലേ? ആരെങ്കിലും എന്നാൽ വായിച്ചു? മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവൻ ചെയ്ത അത്ഭുതങ്ങളെയും ദാവീദ് പുത്രന് ഹോശന്ന എന്ന ദേവാലയത്തിൽ ആർക്കുന്ന ബാലന്മാരെയും കണ്ടിട്ട് നീരസപ്പെട്ടു. ഇവർ പറയുന്നത് കേൾക്കുന്നുവോ എന്ന് അവനോട് ചോദിച്ചു. യേശു അവരോട്, ഉവ്, ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് നീ പുകഴ്ച ഒരുക്കിയിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലയോ എന്ന് ചോദിച്ചു. കണ്ടോ, യേശുതമ്പുരാൻ ഈ 8-ാം സങ്കീർത്തനത്തിലെ 2-ാമത്തെ തിരുവചനം ഉദ്ധരിച്ചിട്ടാണ് ഈ യഹൂദന്മാരുടെ വായെ അടപ്പിക്കുന്നത്. അതിനുശേഷം അവർക്കൊന്നും പറയാൻ കഴിയാത്ത വിധം കർത്താവ് ഈ വചനം ഉപയോഗിച്ച് അവരെ ഖണ്ഡിക്കുന്നത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇതെല്ലാം ഈ ദാവീദിലൂടെ വരുന്നതെല്ലാം പ്രവചനങ്ങളാണ്. ഈ സങ്കീർത്തനം അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ, പ്രത്യേകിച്ച് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ അനേക സങ്കീർത്തനങ്ങൾ ഉദ്ധരിക്കുന്നത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇതെല്ലാം പൂർത്തിയാക്കപ്പെട്ടു എന്ന് പലയിടങ്ങളിലും രേഖപ്പെടുത്തി വെച്ചിരിക്കുക. അപ്പോൾ ഈ സങ്കീർത്തനം എഴുതാൻ തക്കവണ്ണം ദാവീദിന്റെ ഉള്ളിൽ ദൈവാത്മാവിന്റെ പ്രചോദനമാണ് ഇതെല്ലാം അദ്ദേഹത്തെ കൊണ്ട് എഴുതിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഉണ്ട്. 8-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യം, ഞങ്ങളുടെ ദൈവമായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു, നീ ആകാശത്തിൽ നിന്റെ തേജസ് വച്ചിരിക്കുന്നു. അതിനുശേഷം 3-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ നീ മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്ത് മാത്രം. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ ദാവീദിന്റെ തൊഴിൽ എന്തായിരുന്നു നമുക്കറിയാം. ഒരാട്ടിടയനായിരുന്നു. ആടുകളെ മേയിച്ചുകൊണ്ട് ബേദലഹേമിലെ കുന്നിൻ ചെരുവുകളിലൂടെ മലയുടെ അടിവാരങ്ങളിലൂടെയൊക്കെ രാവും പകലും സഞ്ചരിച്ച മനുഷ്യനാണ് ദാവീദ്. അദ്ദേഹം ഈ രാത്രി കാലങ്ങളിലൊക്കെ ഒരുപക്ഷെ അദ്ദേഹം കിടക്കുവാനായിട്ട് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ആടുകളെ എല്ലാം സുരക്ഷിതമായ ഒരു താവളത്തിൽ എത്തിച്ചിട്ട്, അല്ലെങ്കിൽ അവരെ അത് സുരക്ഷിതമാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അദ്ദേഹം ഒന്ന് തലചായ്ക്കാൻ നോക്കുമ്പോൾ നല്ല പൂർണ്ണചന്ദ്രനുള്ള ഒരു നിലാവുള്ള ദിവസം അദ്ദേഹം ആകാശത്തിലേക്ക് നോക്കുമ്പോൾ എന്താ കാണുക? നിറയെ നക്ഷത്രങ്ങളും അതുപോലെ തന്നെ വളരെ മനോഹരമായ രീതിയിൽ ദൈവം തന്റെ കരങ്ങൾ കൊണ്ട് വിരിച്ചിട്ടിരിക്കുന്ന ആകാശത്തെയും അതിന്റെ മഹിമയൊക്കെ കണ്ടതിന്റെ വെളിച്ചത്തിലായിരിക്കാം അദ്ദേഹം ഇങ്ങനെ മനസ്സിൽ പറയുന്നത്, ദൈവമേ, നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ. അങ്ങനെ നോക്കുമ്പോഴാണ് ആരുടെ നിസ്സാരത ആർക്ക് മനസ്സിലാവുന്നത്? ദൈവം ഉണ്ടാക്കിയ പ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോഴാണ് കുറെയൊക്കെ നമ്മുടെ നിസ്സാരത എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. പലപ്പോഴും കടൽ തീരത്ത് പോയി നിൽക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, ദൈവമേ, അങ്ങ് എന്തുമാത്രം വലിയവനാണ്. അതുവരെ എനിക്കങ്ങനെ ഒരു നമ്മുടെ സാഹചര്യങ്ങൾ വരുമ്പോഴാണ് ഈ ഭാവന ഉണരുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നിൽക്കുമ്പോൾ ഈ കടലിന്റെ മുകളിലൂടെ യേശു നടന്നതിനെ പറ്റിയൊക്കെ ഇങ്ങനെ സുവിശേഷത്തിൽ വായിച്ചതും അതിനെപ്പറ്റി കേട്ടതൊക്കെ മനസ്സിലേക്ക് കയറി വരും. അതിലുപരിയായിട്ട് ഇത്ര വലിയ കടൽപ്പരപ്പിന്റെ മുമ്പിൽ നമ്മൾ എന്താ ഉള്ളത് എന്നുള്ള ചിന്തയൊക്കെ മനസ്സിലേക്ക് കയറി വന്നതായിട്ട് ഞാനും ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു നിസ്സാരതയെ ദാവീദ് ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഈ ആകാശവും ആകാശത്തിലെ ദൈവത്തിന്റെ സൃഷ്ടി വൈഭവങ്ങളും കണ്ട് അത്ഭുതപ്പെട്ടുകൊണ്ട് അദ്ദേഹം ചോദിക്കുകയാണ്, ദൈവമേ, മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്ത് മാത്രം. ദാവീദിന്റെ കാലഘട്ടത്തിൽ ഈ വാനനിരീക്ഷണമൊന്നും ഇത്രമേൽ ശക്തമായിട്ടില്ല. ആകെ കണ്ടിട്ടുള്ള ഒരു നിരീക്ഷണം മാത്രമാണ്. എന്നാൽ ഇന്ന് അങ്ങനെയാണോ? ബഹിരാകാശത്തിലൊക്കെ സഞ്ചരിക്കുവാനും അവിടെയുള്ള സാഹചര്യങ്ങളെല്ലാം കാണാനും അത് മറ്റുള്ളവരെ കാണിക്കാനുമുള്ള സാങ്കേതിക വിദ്യ ശക്തമായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോ ദാവീദ് നിസ്സാരം നക്ഷത്രങ്ങളും ചന്ദ്രനെയും മാത്രം കണ്ടു. എന്നാൽ അതിന്റെ അപ്പുറത്ത്
ഗാലക്സിയുടെ ഗണങ്ങൾ, അതായത് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിലും വലിയ വലിപ്പമാണ് അല്ലെങ്കിൽ വിശാലതയാണ് പ്രപഞ്ചത്തിനെന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം. ഈ നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമി എത്രയോ നിസ്സാരമായ ഒരു പാർട്ടാണ് ഈ പ്രപഞ്ചത്തിന്റെ. അപ്പൊ പ്രിയപ്പെട്ടവരെ, അതിൽ തന്നെ ഉള്ള ഒരു മണ്ണ് കുഴച്ച് അതിൽ നിന്നുണ്ടാക്കി ദൈവം ജീവശ്വാസം തന്ന മനുഷ്യരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോ ദാവീദ് കണ്ടതിനെക്കാട്ടിലും എത്രയധികമായിട്ട് നമ്മൾ നമ്മുടെ നിസ്സാരതയെ കാണാനായിട്ട് പരിശ്രമിക്കണം. അതുകൊണ്ട് ദാവീദ് പറഞ്ഞ പോലെ നമുക്കും പറയാം, ദൈവമേ നീ ഓർക്കേണ്ടതിന് ഞങ്ങൾ എന്താണ്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രമാണ്. പലപ്പോഴും നമ്മൾ വാശി പിടിക്കാറില്ലേ, പല പ്രാർത്ഥനകളും കേൾക്കാത്തതിന്റെ പേരിൽ, പല ആവശ്യങ്ങളും നടത്തി കിട്ടാത്തതിന്റെ പേരിൽ ദൈവത്തോട് കയർക്കുന്ന മനുഷ്യരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോഴും നമ്മൾ ദൈവത്തിന്റെ ആ മഹിമയും ദൈവത്തിന്റെ ആ ഒരു വലിപ്പവും ഒന്നും നമ്മൾ ഉൾക്കൊള്ളാതെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ചിന്തിക്കണം. അതോടൊപ്പം തന്നെ പ്രപഞ്ചത്തിന്റെ പിറകിൽ ദൈവത്തിന്റെ കരങ്ങളാണ്. ഇത് ദൈവത്തിന്റെ സൗന്ദര്യം വെളിപ്പെടുത്തുന്ന ഒരു പ്രദർശന വസ്തു കൂടെയാണ് ഈ പ്രപഞ്ചം എന്ന് മനസ്സിലാക്കാനും ഈ സങ്കീർത്തനം നമ്മളെ സഹായിക്കുമെന്ന് സ്നേഹപൂർവ്വം നിങ്ങളെ ആദ്യമേ ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ചോദ്യത്തിന് മറ്റൊരു വശം കൂടെയുണ്ട്. മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം. ഈ ചോദ്യത്തിന് വേദപുസ്തകത്തിൽ ഒത്തിരി ഇടങ്ങളിൽ മറുപടിയുണ്ട്. അതായത് യെശയ്യാവിന്റെ പുസ്തകത്തിൽ തന്നെ ഒത്തിരി ഇടങ്ങളിൽ മനുഷ്യനോടുള്ള ദൈവത്തിന്റെ തുറവിയും ദൈവം മനുഷ്യന് നൽകുന്ന പദവിയും എത്ര വലുതാണെന്ന് അവിടെ തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അവിടെ എങ്ങനെയാണ് പറയുന്നത്? പെറ്റ അമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല, നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. കണ്ടോ, പ്രപഞ്ചത്തിലെ ഒരു സൃഷ്ടിയെയും അല്ലെങ്കിൽ പ്രപഞ്ചത്തിലെ ദൈവത്തിന്റെ ഒരു നമ്മളെക്കാട്ടിലും അത്ര മഹത്വവും ശക്തിയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. അതൊന്നും ദൈവം അങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. അതേപോലെ തന്നെ പൗലോസ് ശ്ലീഹായിലൂടെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നുണ്ട്, ഒരു ലേഖനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്, നമ്മുടെ ആത്മാക്കളെ ദൈവം അസൂയയോടുകൂടെ അഭിലഷിക്കുന്നു എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ദൈവത്തിന് ഈ ലോകത്തിൽ ഏറ്റവും വിലയേറിയത് എന്താന്ന് ചോദിച്ചാൽ എന്താണ്? നമ്മൾ ഓരോരുത്തരുമാണ് ദൈവത്തിന്റെ ഛായയിലും ദൈവത്തിന്റെ സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഓരോ മനുഷ്യരെയും. അവൻ വിശുദ്ധനാണെങ്കിലും, അവൻ പാപിയാണെങ്കിലും, അവൻ വിദ്യാഭ്യാസം കുറഞ്ഞവനാണെങ്കിലും, അവൻ ഉന്നതമായ വിദ്യാഭ്യാസം നേടിയവനാണെങ്കിലും, വലിയ സമ്പന്നനാണെങ്കിലും, വലിയ ദരിദ്രനാണെങ്കിലും, അവൻ ആരായിരുന്നാലും ദൈവം ഓരോ ആത്മാക്കൾക്ക് വേണ്ടിയും വലിയ ദാഹത്തോടുകൂടെ നിലകൊള്ളുന്നുവെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. കാൽവറി കുരിശിൽ കടന്ന് എനിക്ക് ദാഹിക്കുന്നു എന്ന് യേശു പറയുന്നതും, അതുപോലെ തന്നെ നമ്മുടെ ശമരിയ സ്ത്രീ കിണറ്റിന്റെ ചുവട്ടിൽ, യാക്കോബിന്റെ കിണറിന്റെ ചുവട്ടിൽ ഇരുന്ന് യേശു എനിക്ക് കുടിക്കുവാൻ തരിക എന്ന് പറയുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് വെറും വെള്ളത്തിന് വേണ്ടി മാത്രമുള്ള ഒരു ദാഹമല്ല, മറിച്ച് നമ്മളായിരിക്കുന്ന ഓരോരുത്തരുടെയും ആത്മാവിന് വേണ്ടിയുള്ള ദാഹമാണ്. അതുകൊണ്ട് യേശു ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, അവര് ഭക്ഷണമായിട്ട് കടന്നു വരുമ്പോ യേശു എന്താ പറയുന്നത്? നിങ്ങൾ അറിയാത്ത ഒരു ഭക്ഷണം എനിക്ക് ഉണ്ട്, ആ ഭക്ഷണം എനിക്ക് കിട്ടി എന്ന് പറയുകയാണ്. അതായത് ആ പാപിനിയായ സ്ത്രീ മാനസാന്തരപ്പെട്ട് അവളിലൂടെ അനേകര് ശമരിയക്കാർ യേശുവിലേക്ക് അടുത്തു വരികയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ നമ്മൾ ഓരോരുത്തരും ദൈവത്തിന് അത്രമേൽ വിലയേറിയവരാണെന്ന് മനസ്സിലാക്കണം. പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിന് കൊടുക്കുന്ന വിലയാണ് ഏറ്റവും ചെറിയ വില. നമ്മുടെ ബലഹീനതകളിലേക്ക് നോക്കി, നമ്മുടെ കുറവുകളിലേക്ക് നോക്കി, നമ്മുടെ ബലഹീനതകളും കുറവുകളും മാത്രം ഉയർത്തിപ്പിടിച്ച് നമ്മൾ ഏതുമല്ല ഒന്നുമല്ല എന്ന് വിചാരിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് പലപ്പോഴും കടന്നു പോകാറുള്ളത്. എന്നാൽ ദൈവം നമ്മളെ അങ്ങനെയല്ല കാണുന്നത്. ദൈവം അത്രമേൽ വിലയേറിയവരായിട്ടാണ് കാണുന്നത്. ഇപ്പോ ഈ കാലയളവിൽ ദൈവം നമ്മളെ കാണുന്നത് സ്വന്തം പുത്രനായ യേശുവിനെ പോലെയാണ്, ഇല്ലേ? അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇങ്ങനെ എഴുതി വെക്കുന്നുണ്ട്, ഈ ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവണ്ണം ദൈവം അത്രമേൽ ലോകത്തെ സ്നേഹിച്ചു. എത്രമേൽ? ഈ ലോകത്തിലുള്ള നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാക്കളെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം പുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കുമ്പോൾ
ദൈവം എത്രത്തോളം നമ്മളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നുണ്ട്. സ്വന്തം പുത്രനെ പോലെ നമ്മളെ ഓരോരുത്തരെയും ദൈവം സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് യേശു ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, ഇനി ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുകയില്ല, നിങ്ങളെ ഞാൻ ഇനി സഹോദരന്മാരെന്ന് മാത്രമാണ് വിളിക്കുക. അതുകൊണ്ടാണ് യേശു ഉദ്ധാനം ചെയ്തതിന് ശേഷം മഗ്ദലേന മറിയത്തോടും കൂടെ ഉണ്ടായിരുന്ന മറ്റേ മറിയയോടും പറയുന്നത്, നിങ്ങൾ പോയി എൻ്റെ സഹോദരന്മാരോട്, എൻ്റെ ശിഷ്യന്മാരോടോ എൻ്റെ ദാസന്മാരോടോ എന്നല്ല പറയുന്നേ, എൻ്റെ സഹോദരന്മാരോട്. അപ്പൊ ഒന്ന് ആലോചിച്ച് വയ്ക്കും പ്രിയമുള്ളവരെ. അതേപോലെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക, എങ്ങനെ പ്രാർത്ഥിപ്പിക്കുന്നേ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നാണ്, അല്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ദൈവപിതാവിന് യേശുവിനോളം വിലയുള്ള വ്യക്തികളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം എന്നുള്ള ഈ വചനത്തിന് മറ്റൊരു വശം കൂടെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഇടയാകണം. ഒരു പക്ഷത്ത് നോക്കുമ്പോൾ നമ്മളൊന്നുമല്ല, പക്ഷെ മറുവശത്ത് ദൈവത്തിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ വിലയേറിയവരാണ്. അതുകൊണ്ട് ആ വിലയേറിയവരാണെന്നുള്ള ബോധ്യം നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും എപ്പോഴും ഉണ്ടാകണമെന്ന് സ്നേഹപൂർവ്വം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അതിനുശേഷം 5 മുതലുള്ള വാക്യങ്ങൾ, നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. എന്നാൽ ഇത് എബ്രായ ലേഖനത്തിൽ ഇതിനെപ്പറ്റി എഴുതി വെക്കുന്നത് എബ്രായർ 2:7 എന്നിട്ട് വായിക്കാമോ? എബ്രായർ 2-ാം അധ്യായം 7-ാമത്തെ വാക്യം. നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവൻ അണിയിച്ചിരിക്കുന്നു. മതി. അതായത് ഈ 8-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി എന്ന് പറയുന്നു. എന്നാൽ എബ്രായ ലേഖനത്തിൽ ഇതേ സങ്കീർത്തന വാക്യം എബ്രായ ലേഖനകർത്താവ് എടുത്ത് ഉദ്ധരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, നീ ദൈവദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി മനുഷ്യനെ സൃഷ്ടിച്ചുവെന്ന് എഴുതി വച്ചിരിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ശരിക്കും ഇതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എബ്രായ ഭാഷയിൽ ഏലോഹീം എന്ന ബഹുവചനത്തിന് ദൈവം എന്നും ദൈവദൂതന്മാരെന്നും അർത്ഥമുണ്ട്. എന്നാൽ ഈ പുതിയ നിയമവും പഴയ നിയമവും ഒക്കെ പിന്നീട് ട്രാൻസ്ലേഷൻ നടന്ന സമയത്ത് ഗ്രീക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ, ഈ സങ്കീർത്തനം എല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന വാക്ക് ദൈവദൂതന്മാർ എന്ന വാക്കാണ്. അതുകൊണ്ടാണ് ഈ പുതിയ നിയമ എബ്രായ ലേഖനത്തിൽ ദൈവത്തെക്കാൾ അല്പം താഴ്ത്തി എന്നതിന് പകരം ദൈവദൂതന്മാരെക്കാൾ അല്പം താഴ്ത്തി നീ മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിനുശേഷം പിന്നീട് പറയുകയാണ്, നിന്റെ കൈകളുടെ പ്രവർത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി, സകലത്തെയും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു. ആടുകളെയും കാളകളെയും എല്ലാം, കാട്ടിലെ മൃഗങ്ങളെയൊക്കെയും ആകാശത്തിലെ പക്ഷികളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും സമുദ്രമാർഗത്തിൽ സഞ്ചരിക്കുന്ന സകലത്തെയും തന്നെ. ഇല്ലേ, ദൈവം നമ്മളെ ഇങ്ങനെ ആക്കി വെച്ചില്ലായിരുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ, ചന്ദ്രനിൽ കാലുകുത്താനായിട്ട് മനുഷ്യന് സാധിക്കില്ലായിരുന്നു. കാരണം മനുഷ്യനെ എല്ലാം ഇത് കീഴിലാക്കി കൊടുത്തത് ആരാണ്? ദൈവമാണ് ഇതെല്ലാം കീഴിലാക്കി കൊടുത്തത്. അതുകൊണ്ട് ആ സമുദ്രത്തിലൂടെ സഞ്ചരിക്കാൻ മനുഷ്യന് കഴിഞ്ഞത്, ആകാശത്തിലൂടെ ഒരു പക്ഷി പറക്കുന്നത് പോലെ ഒരു ഫ്ലൈറ്റിൽ പറന്നു പോകാൻ തക്കവണ്ണം നമുക്ക് കഴിഞ്ഞതിന്റെ കാരണം ദൈവം അതിന് നമ്മുടെ കാൽക്കീഴിൽ ഈ പ്രപഞ്ചത്തെ മുഴുവനും ആക്കി എന്നുള്ളത് കൊണ്ടാണ്. എന്തിനാണ് ദൈവം ഇത് നമുക്ക് നമ്മുടെ കാൽക്കീഴിലാക്കിയത്? എന്തിനാണ് ദൈവം ഇത് കാൽക്കീഴിലാക്കുന്നത്? നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടും അതിന്റെ കൂടെ തന്നെ ദൈവം സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തെ പരിപാലിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടെയാണ് ഇത് ഏൽപ്പിച്ചത്. അതുകൊണ്ടാണ് ഏദൻ തോട്ടത്തിൽ അതിനെ കാപ്പാനും അത് കൃഷി ചെയ്യാനും ഉള്ള ഡ്യൂട്ടി ആർക്ക് കൊടുത്തത്? ആദമിനും ഹവ്വയ്ക്കും കൊടുത്തത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പ്രപഞ്ചം നമ്മുടെ കാൽക്കീഴിൽ ആക്കി എന്ന് പറയുമ്പോൾ ഏത് തരത്തിലും ജീവിക്കാനും ഏത് തരത്തിലും ഈ പ്രകൃതിയെയും പ്രപഞ്ചത്തെയും ചൂഷണം ചെയ്യാനുമുള്ള ഒരു അനുമതിയാണോ തരുന്നത്? ഒരിക്കലും അല്ല. എന്നാൽ ഇതിനെ നന്നായിട്ട് പരിപാലിച്ച്
അടുത്ത തലമുറകൾക്ക് ഇതിന്റെ നന്മകളെല്ലാം അവർക്കും അതിന്റെ പങ്കാളികളായി തീരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാ ദൈവം നമ്മുടെ കൈകളിൽ ഈ പ്രപഞ്ചത്തെ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ബോധ്യം തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. ആ ബോധ്യം നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഇന്ന് ഈ ആഗോള താപനവും അതുപോലെ തന്നെ വനനശീകരണവും ഇന്ന് കാലാവസ്ഥാ വ്യതിയാനങ്ങളും അതുപോലെ ഒത്തിരി പ്രതിസന്ധികൾ പ്രപഞ്ചത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുക. ഈ കഴിഞ്ഞിടയ്ക്ക് ഇന്ന് ഞാൻ ഒരു ന്യൂസ് കണ്ടതാണ്. നമ്മുടെ സൗദി അറേബ്യ മരുഭൂമിയിൽ അവിടെ കഴിഞ്ഞിടയ്ക്ക് വലിയ ശക്തമായ മഴ പെയ്ത് അവിടെ വലിയ രീതിയിൽ വെള്ളപ്പൊക്കം, മരുഭൂമിയിൽ വെള്ളപ്പൊക്കം ഉണ്ടാവുക. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ ഈ ഹിമാലയത്തിലൊക്കെ മഞ്ഞ് വീഴുന്നത് പോലെ മഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആളുകളൊക്കെ ഇത് പോയി അത്ഭുതത്തോടുകൂടെ കാണുകയാണ്. കാരണം ഉണങ്ങി വരണ്ട് ഒരു തുള്ളി വെള്ളം ഒരു സ്ഥലത്ത് പോലും കാണാത്ത വിധം അതുപോലെ പൊള്ളിക്കിടക്കുന്ന മണലാരണ്യമാണ് ഇന്ന് മഞ്ഞ് വീണ് ഏതാണ്ട് ഹിമാലയത്തിന്റെ അല്ലെങ്കിൽ മഞ്ഞുമലകൾക്ക് സമാനമായി ഉള്ള ഒരവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അത്രമേൽ കാലാവസ്ഥ വ്യതിയാനം വന്നുകൊണ്ടിരിക്കുക. എന്നാൽ ഇതേ സമയത്ത് മഞ്ഞുമലകളിൽ ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? അവിടുന്നെല്ലാം ഈ ആഗോള താപനത്തിന്റെ പ്രതിസന്ധി കാരണം ഇതെല്ലാം ഉരുകി മഞ്ഞുമലകളെല്ലാം ഒഴുകി കടലിലേക്ക് വെള്ളമായിട്ട് വന്നു ചേർന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് പുതിയൊരു സ്റ്റഡിയൊക്കെ ഒരു കാലഘട്ടം കഴിയുമ്പോൾ പല രാജ്യങ്ങളും ഇല്ലാതാവും എന്നൊക്കെ ഒരിടത്ത് വായിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചിയൊക്കെ കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ വെള്ളത്തിൽ മുങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ടെന്ന് അങ്ങനെ ഒരു സ്റ്റഡിയൊക്കെ ഈ കാലഘട്ടത്തിൽ കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രപഞ്ചത്തെ ദൈവം നമ്മുടെ കാൽക്കീഴിൽ ആക്കിയത്, പ്രപഞ്ചത്തിലെ ഓരോ സൃഷ്ടികളെയും, ഇപ്പൊ മനുഷ്യന് എല്ലാത്തിന്റെ മേലും ആധിപത്യം തന്നു. അതുകൊണ്ടാ ഈ ആനയെ മെരുക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാ? ദൈവം അതിനുള്ള അധികാരം മനുഷ്യന്റെ മേൽ വെച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് മൃഗങ്ങൾക്കും മത്സ്യങ്ങൾക്കും പക്ഷികൾക്കും ഒക്കെ ആരെ ഭയമാണ്? മനുഷ്യനെ ഭയമാണ്. മനുഷ്യന്റെ സാന്നിധ്യം അവർക്ക് ഭയവും ഭീതിയും ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഭയവും ഭീതിയും ഒക്കെ ദൈവമാണ് ഈ പ്രപഞ്ചത്തിൽ ഈ സൃഷ്ടികളുടെ ഇടയിൽ അതിന്റെ മനസ്സിൽ കൊടുത്തിരിക്കുന്നത്. അത് ദൈവമാണ് അത് നൽകിയതെന്ന് സങ്കീർത്തനക്കാരിലൂടെ പരിശുദ്ധാത്മാവ് ഒരിക്കൽ കൂടെ ഇവിടെ വിളിച്ചു പറയുകയാണ്. അതിനുശേഷം 9-ാമത്തെ വാക്യം, ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു എന്ന് പറഞ്ഞ് സങ്കീർത്തനം അദ്ദേഹം അവസാനിപ്പിക്കുകയാണ്. അടുത്തത് 9-ാം സങ്കീർത്തനം. 9-ാം സങ്കീർത്തനത്തിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാമോ? 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കും. നിന്റെ അത്ഭുതങ്ങളെ ഒക്കെയും ഞാൻ വർണ്ണിക്കും. ഞാൻ നിന്നിൽ ഘോഷിച്ചുല്ലസിക്കും. അത്യുന്നതനായുള്ളവയെ, ഞാൻ നിന്റെ നാമത്തെ കീർത്തിക്കും. എന്റെ ശത്രുക്കൾ പിൻവാങ്ങുകയിൽ ഇടറി വീണു നിന്റെ സന്നിധിയിൽ നശിച്ചു പോകും. നീ എന്റെ കാര്യവും വ്യവഹാരവും നടത്തിയിരിക്കുന്നു. നീ നീതിയോടെ വിധിച്ചുകൊണ്ട് സിംഹാസനത്തിൽ ഇരിക്കുന്നു. നീ ജാതികളെ ശാസിച്ച് ദുഷ്ടനെ നശിപ്പിച്ചു. അവരുടെ നാമത്തെ നീ സദാകാലത്തേക്കും മായിച്ചു കളഞ്ഞു. ശത്രുക്കൾ മുടിഞ്ഞ് സദാകാലത്തേക്കും നശിച്ചിരിക്കുന്നു. അവരുടെ പട്ടണങ്ങളെയും നീ മറിച്ചു കളഞ്ഞിരിക്കുന്നു. അവയുടെ ഓർമ്മ കൂടെ ഇല്ലാതെയായിരിക്കുന്നു. എന്നാൽ യഹോവ എന്നേക്കും വാഴുന്നു. ന്യായവിധിക്ക് അവൻ സിംഹാസനം ഒരുക്കിയിരിക്കുന്നു. അവൻ ലോകത്തെ നീതിയോടെ വിധിക്കും. ജാതികളെ നേരോടെ ന്യായപാലനം ചെയ്യും. യഹോവ പീഡിതനൊരു അഭയസ്ഥാനം, കഷ്ടകാലത്തൊരു അഭയസ്ഥാനം തന്നെ. മതി വെച്ചമ്മ. അപ്പോ ഈ ആദ്യത്തെ വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ദാവീദ് ദൈവത്തിന്റെ നാമത്തെ പ്രകീർത്തിക്കുകയാണ്. ദൈവം ചെയ്ത, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുകയും ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തനങ്ങളെ വർണ്ണിക്കുകയും ചെയ്യുന്ന ഭാഗമാണ്. അതിനകത്ത് ഇങ്ങനെയാണ്, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കും, നിന്റെ അത്ഭുതങ്ങളൊക്കെയും ഞാൻ വർണ്ണിക്കും. വെറുതെ സ്തുതിക്കെന്നാണ് പറയുന്നത്. പലപ്പോഴും നമ്മളൊക്കെ വെറും അതരം കൊണ്ട് മാത്രം ദൈവത്തെ സ്തുതിക്കുന്ന വ്യക്തികളായിട്ട് മാറാറുണ്ട്, അല്ലേ? അങ്ങനെ പറയുന്നതിന്റെ കാരണം, പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ ചുണ്ടുകൾക്ക് മാത്രമേ, അല്ലെങ്കിൽ നാവിന് മാത്രമേ പ്രാധാന്യം ഉണ്ടാവാറുള്ളൂ, അല്ലേ? നമ്മുടെ മനസ്സ് പലപ്പോഴും എവിടെയായിരിക്കും? നമ്മുടെ ജോലി സ്ഥലങ്ങളിലും
നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങളിലും അല്ലെങ്കിൽ നമ്മളെപ്പറ്റി മറ്റുള്ളവർ പറഞ്ഞതിനെ പറ്റിയുള്ള ഓർമ്മകളും ഒക്കെയായിട്ടാണ് പലപ്പോഴും ആരാധനകളിൽ നമ്മൾ സംബന്ധിക്കുന്നത്. എന്നാൽ സങ്കീർത്തനക്കാരൻ അങ്ങനെയാണോ? സങ്കീർത്തനക്കാരൻ അങ്ങനെയല്ലെന്ന് ഇവിടെ എഴുതി വച്ചിരിക്കുകയാണ്. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കും. അപ്പൊ ഈ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്ന വ്യക്തികളായി നമ്മൾ മാറ്റപ്പെടണം. പൂർണ്ണ ഹൃദയത്തോടെ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ പിന്നെ ദൈവ ചിന്തകളല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അതുകൊണ്ടാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു 10 കൽപ്പനകളെ 2 തീർക്കുന്നുണ്ട്. ഈ 2 കൽപ്പനകളിൽ ആദ്യത്തെ കൽപ്പന, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ നമ്മുടെ ദൈവത്തെ മുമ്പിൽ കണ്ട് ദൈവത്തിന്റെ സ്നേഹം മനസ്സിൽ അത് നിറച്ച് ദൈവത്തെ മുഖാഭിമുഖം ദൈവത്തെ ആരാധിച്ച മോശയെ പോലെയൊക്കെ വേണം ആരാധനകളിൽ സംബന്ധിക്കുവാൻ. ആ ആരാധനകളാണ് സ്വർഗത്തിന് ഇഷ്ടമുള്ള ആരാധന. അങ്ങനെയുള്ള ആരാധന നടത്തിയ വ്യക്തിയാണ് ദാവീദ്. ഇത് ദാവീദിന്റെ സങ്കീർത്തനമാണെന്നതിന്റെ ഹെഡിങ്ങിൽ തന്നെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. നിന്റെ അത്ഭുതങ്ങളൊക്കെയും ഞാൻ വർണ്ണിക്കും. ദൈവം ജീവിതത്തിൽ ചെയ്തു തന്ന എന്തെല്ലാം അത്ഭുതങ്ങളും എന്തെല്ലാം നന്മകളും ഉണ്ട് അല്ലെ? പലപ്പോഴും നമ്മളതൊന്നും കാണാറില്ല. പലപ്പോഴും വലിയ വലിയ അത്ഭുതങ്ങൾ തേടി നടക്കുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ നമ്മുടെ ശരീരത്തിലേക്ക് മാത്രം ഒന്ന് നോക്കിക്കേ, എന്തുമാത്രം അത്ഭുതമാണ് ദൈവം, എത്ര അത്ഭുതത്തോടു കൂടി ഈ ശരീരത്തെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലേ? നമ്മുടെ ശരീരത്തിനകത്ത് എത്ര ലിറ്റർ ബ്ലഡ് ഉണ്ട് എന്നുള്ള കാര്യം പോലും നമുക്കറിയില്ല. അതൊക്കെ പരിശോധിച്ചാൽ അറിയാൻ പറ്റുമായിരിക്കും, അല്ലാതെ അറിയില്ല. നമ്മുടെ ഹൃദയം ഇങ്ങനെ നമ്മൾ ജനിച്ച നിമിഷം മുതൽ അല്ലെങ്കിൽ നമ്മുടെ ഉദരത്തിൽ ഉരുവായ നിമിഷം മുതൽ ഇപ്പോഴും അത് പണിമുടക്കാതെ ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം, അതൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തണ്ടേ? അതോടൊപ്പം തന്നെ നമ്മുടെ ലങ്സ്, നമ്മുടെ ഉദരത്തിൽ ഈ ദഹന പ്രക്രിയകൾ, ദൈവം എന്തുമാത്രം അത്ഭുതത്തോടു കൂടിയാണ് മനുഷ്യനെയും ഈ പ്രപഞ്ചത്തെയും ഒക്കെ സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലേ? എത്ര ക്രമീകൃതമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സൂര്യൻ ഒരു മണിക്കൂർ വൈകി ഉദിക്കാറുണ്ടോ? ഇല്ല. അതെല്ലാം വളരെ സമയബന്ധിതമായിട്ട് അത് ഉദിക്കേണ്ട സമയത്ത് ഉദിക്കുന്നു, അസ്തമിക്കേണ്ട സമയത്ത് അസ്തമിക്കുന്നു. അങ്ങനെ പ്രപഞ്ചം വളരെ ക്രമീകൃതമായിട്ട് ദൈവം അത്ഭുതകരമായിട്ട് നമ്മുടെ മുമ്പാകെ വിരിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോഴും നമ്മൾ എന്താ അന്വേഷിച്ച് നടക്കുന്നത്? അടയാളങ്ങളും അത്ഭുതങ്ങളും. അതുകൊണ്ടാണ് ഒരിക്കൽ ജനത്തോട് അത്ഭുതങ്ങളും അടയാളങ്ങളും ചോദിച്ചപ്പോ യേശു വളരെ വേദനയോടും അതോടൊപ്പം തന്നെ ശാസനയോടും കൂടെ അവരോട് പറയുന്നുണ്ട്, യോനായുടെ അടയാളമല്ലാതെ ഈ ജനത്തിന് ഇനി ഒരു അടയാളവും ലഭിക്കില്ല. അതുകൊണ്ട് അടയാളങ്ങളുടെ പിന്നാലെ പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. കാരണം നമ്മുടെ ജീവിതം തന്നെ വലിയൊരു അടയാളമാണ്, വലിയൊരു അത്ഭുതമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ അത്ഭുതങ്ങളെയൊക്കെയും വർണ്ണിക്കണം. ദൈവത്തിന് അതിനെ ഓർത്ത് നന്ദി പറയണം. ഈ കാഴ്ച ശക്തിയെ ഓർത്ത്, കേൾവി ശക്തിയെ ഓർത്ത്, സംസാരിക്കാൻ ദൈവം തരുന്ന കഴിവിനെ ഓർത്ത്, ഇതിനൊക്കെ ഓർത്ത് ദൈവം നല്ല അത്ഭുതകരമായിട്ട് ദൈവം നമുക്ക് തന്ന ദാനമാണ്. ഇതിനൊക്കെ നന്ദി പറയുവാനായിട്ട് പരിശ്രമിക്കാം. ഇത് ദാവീദ് ചെയ്യുന്നുണ്ട്. അത്ഭുതങ്ങളെയൊക്കെയും ഞാൻ വർണ്ണിക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹം പിന്നീട് ആ ഭാഗങ്ങളിലെല്ലാം ദൈവനാമത്തെ വർണ്ണിക്കുകയാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അതിന്റെ 7ാമത്തെ വാക്യം ഇങ്ങനെയാണ്: എന്നാൽ യഹോവ എന്നേക്കും വാഴുന്നു, ന്യായവിധിക്കവൻ സിംഹാസനം ഒരുക്കിയിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? ന്യായവിധിക്കവൻ സിംഹാസനം ഒരുക്കിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന് മുമ്പ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് ദൈവത്തിന്റെ ആത്മാവ് ഈ ന്യായവിധിയെ പറ്റി വെളിപ്പെടുത്തുന്നത്. ഇത് എവിടെയാണത്? പിന്നീട് യേശു ഇതിനെ പറ്റി പറയുന്നുണ്ട്, അന്ത്യന്യായവിധിയെ പറ്റി അല്ലെ? അതേപോലെ തന്നെ മാലാഖി പ്രവാചകന്റെ പുസ്തകം അതിന്റെ അവസാനത്തെ അധ്യായത്തിലും പറയുന്നുണ്ട്, പഴയ നിയമത്തിൽ. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധ മത്തായി 25-ാം അധ്യായത്തിൽ അന്ത്യന്യായവിധിയെ പറ്റിയുള്ളൊരു ചിത്രം യേശു നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ വെളിപാട് പുസ്തകം 20-ാം അധ്യായം എന്നെടുക്കാമോ? വെളിപാട് പുസ്തകം 20-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. വെളിപാട് 20-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ.
ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി. അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃത്തം സിംഹാസനത്തിൽ മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തനും അവനവന്റെ പ്രവൃത്തികൾക്കടുത്ത വിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. വെളിപാട് പുസ്തകം യോഹന്നാന് കൊടുത്ത ദർശനമാണ്. ദൈവം അവസാന അന്ത്യന്യായവിധിയിൽ എന്ത് സംഭവിക്കുമെന്ന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തതാണ്. യേശു വലിയ പ്രകാശപൂർണനായിട്ട് പത്മോസിലായിരിക്കുന്ന യോഹന്നാന് പ്രത്യക്ഷപ്പെട്ടിട്ട് യേശുവാണ് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. എഴുതി വെക്കാൻ പറയുന്നതും യേശുവാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അന്ത്യന്യായവിധിയെ പറ്റി യോഹന്നാന് ലഭിച്ച ദർശനത്തിൽ അദ്ദേഹം കാണുകയാണ്, ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. എന്നിട്ട് പറയുകയാണ്, അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി. ദൈവത്തിന്റെ സൃഷ്ടിയായ പ്രപഞ്ചത്തിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെയാണ്. ഇതെല്ലാം നശിക്കുമെന്ന്, അല്ലെങ്കിൽ ഇതെല്ലാം ഇല്ലാതായി തീരുമെന്ന് പലയിടങ്ങളിൽ ദൈവവചനത്തിൽ പറയുന്നുണ്ട്. അതിനുശേഷം പറയുന്നു, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. മരിച്ചവർ എന്ന് പറഞ്ഞാൽ യേശുവിന്റെ വരവിന്റെ കാലഘട്ടത്തിലും അന്ന് ജീവനോടുകൂടെ ഭൂമിയിൽ ആളുകൾ ഉണ്ടായിരിക്കുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ യേശുവിന്റെ വരവിന്റെ അന്ത്യകാഹളം മുഴങ്ങുന്ന സമയത്ത് എല്ലാ മനുഷ്യരും, അന്ന് ജീവനോടുകൂടിയിരിക്കുന്ന മനുഷ്യരെല്ലാം നൊടിയിട കൊണ്ട് അവർ മരിച്ച് അപ്പൊ തന്നെ പുനരുദ്ധാനം ചെയ്യുമെന്നാണ് കൊരിന്ത്യ ലേഖനത്തിൽ അതിനെപ്പറ്റി എഴുതി വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അപ്പോ ഇവരെല്ലാം ആബാലവൃദ്ധം എന്ന് പറഞ്ഞാൽ ആദം മുതൽ ഇനി ജനിക്കാനിരിക്കുന്ന അവസാനത്തെ മനുഷ്യൻ വരെ എന്ത് ചെയ്യും? ഉദ്ധാനം ചെയ്യും. ഉദ്ധാനം ചെയ്ത് ഈ സിംഹാസനത്തിന്റെ മുമ്പാകെ നിൽക്കേണ്ടി വരും. എന്നിട്ട് പറയുകയാണ്, പുസ്തകങ്ങൾ തുറന്നു. ഏതൊക്കെ പുസ്തകമാണെന്ന് അറിയാമോ? നമ്മൾ എഴുതി വെച്ച കണക്ക് പുസ്തകമൊന്നുമല്ല. ആണോ? ഏത് പുസ്തകമൊക്കെയാ? ജീവന്റെ പുസ്തകം. ഒന്ന് ജീവന്റെ പുസ്തകം. ജീവന്റെ പുസ്തകം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളെ പറയുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം രേഖപ്പെടുത്തി വെക്കുന്ന ഒരു പുസ്തകമുണ്ട്. നമ്മുടെ ഓരോ നിമിഷങ്ങളും ദൈവം റെക്കോർഡ് ചെയ്ത് ദൈവം രേഖപ്പെടുത്തി വെക്കുന്ന പുസ്തകമാണ് ജീവന്റെ പുസ്തകം. ഇനി പുസ്തകങ്ങൾ എന്നാ പറയുന്നത്. ഒരു പുസ്തകം ന്യായവിധിയുടെ പുസ്തകം. ന്യായവിധിയുടെ പുസ്തകം എന്ന് പറയാൻ പറ്റില്ല. സ്മരണ പുസ്തകം. അതെ, മാലാഖി പ്രവാചകന്റെ പുസ്തകത്തിൽ അങ്ങനെ ഒരു പുസ്തകം ഉണ്ട്. എടുക്കാമോ? അതൊന്ന് പഠിച്ചിട്ട് പോവാം. നല്ലതാണെന്ന് പഠിക്കുന്നത്. മാലാഖി പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം എടുക്കാമോ? 3-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ വായിക്കാമോ? 16 മുതൽ. യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നു. ഒരു പുസ്തകം കണ്ടോ? എന്താണ് ആ പേരിന്റെ, ആ പുസ്തകത്തിന്റെ പേരെന്താണ്? സ്മരണ. നീ അത് ബാക്കി വായിച്ചേ. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്ക് ഒരു നിക്ഷേപമായിരിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവരെ ആദരിക്കും. അപ്പോൾ നിങ്ങൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണും. അപ്പൊ എപ്പോഴാണ് നീതിമാനും വിശുദ്ധനും തമ്മിലുള്ള വ്യത്യാസവും ദൈവത്തെ സ്നേഹിക്കാത്തവനും സ്നേഹിക്കുന്നവനും തമ്മിലുള്ള വ്യത്യാസം എപ്പോഴാണ് ശക്തമായിട്ട് വെളിപ്പെടുക? അത് വെളിപ്പെടുന്നത് ഈ ന്യായവിധിയുടെ സമയത്താണ്. പ്രിയപ്പെട്ടവരെ, ഇതിനകത്ത് എഴുതി വെക്കുകയാണ്, ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവരെ ആദരിക്കും. ആരെയാണ്? ഈ സ്മരണ പുസ്തകത്തിൽ പേര് വന്നിട്ടുള്ളവരുടെ, ആ പേര് വന്നിട്ടുള്ള വ്യക്തികളെ ദൈവം ആദരിക്കും എന്ന്
അന്ത്യന്യായവിധി ദിവസം ആദരിക്കും. അപ്പൊ ഈ സ്മരണ പുസ്തകത്തിൽ ആരുടെയൊക്കെ പേര് വരുന്നത്? ആ വാക്യം നമുക്കറിയാം. യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവരും, അല്ലേ? ആരാണ്? രണ്ടു കൂട്ടരാണ്. ദൈവ ഭക്തന്മാരും ദൈവത്തിന്റെ നാമം ഓർക്കുന്നവരും, അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മരണം കഴിഞ്ഞാൽ ആദ്യം നടത്തുന്ന കുക്കുലിവൻ ഏതാണെന്നറിയാമോ? 103 സങ്കീർത്തനത്തിലെ വാക്യമാണ് ഉപയോഗിക്കുന്നത്. മക്കളിൽ അപ്പൻ കൃപ ചെയ്യുന്നത് പോലെ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യുന്നു. അതുകൊണ്ട് ആരുടെയോ ഒരാളുടെ മൈക്കൊന്ന് ഓണായിരിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ട് ഉണ്ട്. അതുകൊണ്ട് മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യാമോ? ഓക്കെ. അപ്പൊ അതുകൊണ്ട് ദൈവം ഭക്തനെ ആദരിക്കും. അവന്റെ നാമം എവിടെ ഉണ്ടാവും? സ്മരണ പുസ്തകത്തിൽ ഉണ്ടാകും. പിന്നീട് പറയുകയാണ്, അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി. അവന്റെ നാമത്തെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ നാമം ഓർക്കുന്നവരെ ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? സ്മരണ പുസ്തകത്തിൽ അപ്പൊ തന്നെ എഴുതി വെക്കും. ഇന്ന് ഇവിടെ പള്ളിയിൽ സന്ധ്യാ നമസ്കാരം നടത്തി. ആരുടെ നാമത്തെ സ്മരിച്ചുകൊണ്ടാണ് നമസ്കാരം നടത്തിയേ? ഇപ്പൊ നിങ്ങളുടെ വീടുകളിൽ ഒരുപക്ഷെ നിങ്ങൾ സന്ധ്യാപ്രാർത്ഥന നടത്തിയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ഇനി ഈ ശുശ്രൂഷയ്ക്ക് ശേഷമായിരിക്കാം നിങ്ങൾ കുടുംബ പ്രാർത്ഥന നടത്തുന്നത്. അപ്പൊ ഈ പ്രാർത്ഥന സമയവും ഒക്കെ ആര് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്? ദൈവം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. എവിടെ? ഈ സ്മരണ പുസ്തകത്തിൽ. ഇത് അന്ത്യനായ ദിവസം ദൈവം തുറന്നു വെക്കും. ഇവൻ എന്നെ ഓർത്താണോ ജീവിച്ചത്? അപ്പൊ അതെല്ലാം ദൈവം പരിഗണിക്കും. പിന്നീട് പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് സംസാരിച്ച സുവിശേഷം അന്ത്യന്യായവിധിയിൽ നിങ്ങളെ ന്യായം വിധിക്കുമെന്ന്. അപ്പോ ഈ വേദപുസ്തകവും എവിടെ ഉണ്ടാകും? ഈ പുസ്തകങ്ങളുടെ ഗണത്തിലുണ്ടാകും. അപ്പൊ 3 പുസ്തകങ്ങളാണ്. ഇനി ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. എന്റെ പഠനത്തിലും എന്റെ അറിവിലും ഇത്ര എനിക്ക് കിട്ടിയിട്ടുള്ളൂ. 3 പുസ്തകങ്ങൾ എന്തായാലും ഉണ്ടാകും. 1 ജീവപുസ്തകം, ജീവന്റെ പുസ്തകം. 2 സ്മരണയുടെ പുസ്തകം. 3 വേദപുസ്തകം. ഈ വചനങ്ങളും കൂടെ വെച്ചിട്ടാണ് നമ്മളെ ദൈവം ന്യായം വിധിക്കുന്നത്. ഈ വചനപ്രകാരം ജീവിച്ചോ, ഈ വചനപ്രകാരം ഇതിന് എതിരായിട്ട് ജീവിച്ചോ, ഇതൊക്കെ ദൈവം പരിഗണിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനുശേഷം പറയുകയാണ്, സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു, മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവനവന്റെ പ്രവർത്തികൾക്കടുത്തുള്ള വിധി ഉണ്ടായി. കണ്ടോ? ഇവിടെയാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ കൂട്ടുകൂടി പല പാപങ്ങളും ചെയ്യാറുണ്ട്. ഈ കൂട്ടുകാര് ആരെങ്കിലും കൂടെ ഉണ്ടോ ഈ സമയത്ത് ന്യായവിധിക്ക്? ഇല്ല. ഭാര്യയും ഭർത്താവും ഒന്നിച്ചു ചേർന്ന് പാപം ചെയ്യുന്നു. പക്ഷെ ഭാര്യ കൂടെ ഉണ്ടോ ന്യായം വിധിക്കുമ്പോ? ഇല്ല. ആരും കൂടെ ഉണ്ടാവില്ല. പ്രിയമുള്ളവരെ, നമ്മൾ ഒറ്റയ്ക്കാണ് ഈ ന്യായവിധി ദിവസം ദൈവത്തെ അഭിമുഖീകരിക്കേണ്ടത്. അതുകൊണ്ട് അത് തന്നെയാണ് ഇവിടെ എഴുതി വെക്കുന്നത്. മരിച്ചവർക്ക് അവരുടെ പ്രവർത്തികൾക്കനുസരിച്ച ന്യായവിധി ഉണ്ടായി എന്ന് എഴുതി വെക്കുന്നു. അതിനുശേഷം ഓരോരുത്തരും അവനവന്റെ പ്രവർത്തികൾക്കനുസരിച്ച വിധി ഉണ്ടാകും. അതുകൊണ്ടാണ് കുർബാനയിൽ ഒരിടത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ, അവിടുന്ന് രണ്ടാമത് എഴുന്നള്ളി വരുമ്പോ ഞങ്ങളുടെ പാപങ്ങൾ പരിഗണിക്കാതെ ഞങ്ങളെ അവിടുന്ന് കരുണയോടുകൂടെ കടാക്ഷിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥന വിശുദ്ധ കുർബാനയിൽ പലപ്പോഴും പ്രാർത്ഥിക്കുന്ന എല്ലാ കുർബാനകളും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടെന്നുള്ള കാര്യം സ്നേഹപൂർവ്വം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോൾ ഈ അന്ത്യന്യായവിധിയെ പറ്റി ഇവിടെ 9-ാം സങ്കീർത്തനത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ആരുടെ ഹൃദയത്തിൽ വെളിപാട് കൊടുത്തു? ദാവീദിന്റെ ഹൃദയത്തിൽ വെളിപാട് കൊടുത്തു. അതുകൊണ്ടാണ് ഈ 9-ാം സങ്കീർത്തനത്തിൽ ദാവീദ് അതിനെപ്പറ്റി പ്രഘോഷിക്കുന്നത്. അതിനുശേഷം 8-ാമത്തെ വാക്യം, 7-ാമത്തെ വാക്യമാണ് നമ്മളിപ്പോ ചിന്തിച്ച 8-ാമത്തെ വാക്യം. അവൻ ലോകത്തെ നീതിയോടെ വിധിക്കും, ജാതികൾക്ക് നേരോടെ ന്യായപാലനം ചെയ്യും. അതിനുശേഷം 9-ാമത്തെ വാക്യം, യഹോവ പീഡിതന് ഒരു അഭയസ്ഥാനം, കഷ്ടകാലത്ത് ഒരു അഭയസ്ഥാനം തന്നെ. വേദപുസ്തകം മുഴുവനും പഠിച്ചാൽ മതി. ദൈവം പീഡിതന് അഭയസ്ഥാനമാണ്. ആണോ? യൗസേപ്പ്, പൂർവപിതാവായ യൗസേപ്പ്, അദ്ദേഹത്തിന്റെ 17-ാമത്തെ വയസ്സിൽ
സ്വന്തം സഹോദരന്മാരാൽ 10 സഹോദരന്മാരുടെ കൂട്ടായുള്ള പ്രവർത്തനം വഴി അദ്ദേഹത്തെ കൊല്ലാനുള്ള പദ്ധതി ഇട്ടിട്ട് ആദ്യം പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. വീണ്ടും അവിടുന്ന് വലിച്ചു കയറ്റിയിട്ട് വിദ്യാന കച്ചവടക്കാർക്ക് എത്ര വെള്ളിക്കാശിനെ വിറ്റത്? പുറപ്പാട് പുസ്തകമൊക്കെ പഠിച്ചല്ലോ, ഉൽപ്പത്തി പുസ്തകമൊക്കെ പഠിച്ചവരാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. എത്ര വെള്ളിക്കാശിനെ വിറ്റേന്നറിയാമോ? 20. കൊള്ളാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. 20 വെള്ളിക്കാശിന് യൗസേപ്പിനെ സഹോദരന്മാര് വിദ്യാന കച്ചവടക്കാർക്ക് വിറ്റു. എന്തുമാത്രം അനീതിയാണ് ആ ഒരു ഇളം പ്രായത്തിൽ 17 വയസ്സിൽ അദ്ദേഹത്തിന്റെ കൗമാര കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഉണ്ടാകുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പന്റെ സ്നേഹം, അമ്മയുടെ സ്നേഹമെല്ലാം നഷ്ടപ്പെട്ട് ഇദ്ദേഹം അടിമയായിട്ട് വിൽക്കപ്പെട്ടിരിക്കുകയാണ്. അതിനുശേഷം പോത്തീഫറിന്റെ വീട്ടിലേക്കാണ് ഇദ്ദേഹം എത്തിച്ചേരുന്നത്. അവിടെ അടിമയായിട്ട് കൊണ്ടുവരുന്നു. അങ്ങനെ പോത്തീഫർ അദ്ദേഹത്തെ ഒത്തിരി ജോലികൾ ചെയ്യിപ്പിക്കുന്നുണ്ട്. ചെയ്യുന്ന ജോലികളെല്ലാം ആത്മാർത്ഥമായും വിശ്വസ്തമായും ചെയ്യുന്നത് കൊണ്ട് അദ്ദേഹത്തിന് എല്ലാത്തിലും ഉത്തരവാദിത്വം കൊടുത്ത് അടിമയായിട്ട് കൊണ്ടുവന്ന് പിന്നീട് അവിടുത്തെ ജനറൽ മാനേജറാക്കി ആരെ അവരോധിച്ചു? യൗസേപ്പിനെ അദ്ദേഹത്തെ ഉയർത്തി. പ്രിയപ്പെട്ടവരെ, അപ്പോഴും അദ്ദേഹത്തിന് വലിയ പ്രയാസമുണ്ടാകുന്ന അനുഭവമുണ്ട്. പോത്തീഫറിന്റെ ഭാര്യയിലൂടെ വലിയൊരു ചതി അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നുണ്ട്. അതിനുശേഷം ചെയ്യാത്ത കുറ്റത്തിന് 3 വർഷത്തിലധികം അദ്ദേഹം കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. ഇവിടെയാണ് ആ സമയത്ത് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, കാരാഗ്രഹത്തിൽ ദൈവം യൗസേപ്പിന്റെ കൂടെ ഇറങ്ങിയിരുന്നു എന്ന് എഴുതി വച്ചിരിക്കുക. അതുകൊണ്ട് പീഡിതന് ദൈവം എപ്പോഴും എന്താണ്? അഭയമാണ്. അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് ദാവീദ് ഇങ്ങനെ എഴുതുന്നതിന്റെ കാരണം അദ്ദേഹത്തിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ്. എന്തുമാത്രം പീഡ ഏറ്റുകൊണ്ടാണ് ഈ മനുഷ്യന് ഈ സമയത്ത് നടക്കുന്നത്. അദ്ദേഹത്തിന്റെ മകനെതിരായിരിക്കുന്നു, അതുപോലെ തന്നെ ശൗൽ രാജാവ് എതിരായിരിക്കുന്നു, സുഹൃത്തുക്കളിൽ പലരും എതിരായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇദ്ദേഹം ഇത് എഴുതി വെക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ കൂടെയാണ് കഷ്ടകാലത്ത് ഒരഭയസ്ഥാനം തന്നെ എന്ന് എഴുതി വെച്ചിരിക്കുക. 10ാമത്തെ വാക്യം, നിന്റെ നാമത്തെ അറിയുന്നവർ നിങ്ങൾ ആശ്രയിക്കും. എന്താ ഇതിന്റെ അർത്ഥം? നിന്റെ നാമത്തെ അറിയുന്നവർ നിങ്ങൾ ആശ്രയിക്കും. നാമത്തെ അറിയുക എന്ന് പറഞ്ഞാൽ ഇപ്പോ കന്യകമറിയാമിന് അരുളപ്പാടുണ്ടാകുന്നത് ഇമ്മാനുവേൽ എന്ന പേരാണ് യേശുവിന് ആദ്യം കേൾക്കുന്നത്, അല്ലേ? ഇമ്മാനുവേൽ എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയില്ലേ? ദൈവം നമ്മോട് കൂടെ. അതുകൊണ്ട് ഈ അർത്ഥം മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ ദൈവത്തിന്, യഹോവയായ ദൈവത്തിന് 5 പേരുകൾ പല ഘട്ടങ്ങളിലായിട്ടുണ്ടാകുന്നുണ്ട്. അബ്രഹാം ഒരു പേരിടുന്നുണ്ട്, മോശ പേരിടുന്നുണ്ട്. അതുപോലെ അങ്ങോട്ട് നോക്കുമ്പോൾ ഓരോ പ്രവാചകന്മാരും അവരുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഓരോ പേരുകൾ ഇടുന്നുണ്ട്. ഈ പേരുകൾ വായിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും, നിന്റെ നാമത്തെ അറിയുന്നവർ നിങ്ങൾ ആശ്രയിക്കും. ഒന്നാമത് പഴയ നിയമത്തിൽ യഹോവയെ സൂചിപ്പിക്കുന്ന പേരാണ് യഹോവ ഇരേ. കേട്ടിട്ടുണ്ടോ? യഹോവ ഇരേ, യഹോവ കരുതുന്നു എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. യഹോവ കരുതുന്നു. അപ്പൊ ദൈവം കരുതുന്നവനാണ് എന്നുള്ള ഒരു മീനിങ് വന്നു കഴിയുമ്പോൾ ദൈവത്തിൽ ആരാശ്രയിക്കും? മനുഷ്യൻ ആശ്രയിക്കും. രണ്ടാമത് യഹോവ റാഫെ. ഒന്ന് പറഞ്ഞു യഹോവ ഈരെ, യഹോവ കരുതുന്നു. രണ്ടാമത് യഹോവ റാഫെ, അത് ഇങ്ങനെയാണ്, യഹോവ സൗഖ്യമാക്കുന്നു. അപ്പൊ രോഗി ആരിൽ ആശ്രയിക്കും? ഒരു രോഗം വന്നു കഴിയുമ്പോൾ, ഒരു തകർച്ച വന്നു കഴിയുമ്പോൾ സുഖപ്പെടുത്താൻ കഴിയുന്നവനാണ് ഞാൻ ആശ്രയിക്കുന്ന ദൈവം എന്നുള്ള ചിന്ത വന്നാൽ ആരിൽ ആശ്രയിക്കും? ദൈവത്തിന്റെ നാമത്തിൽ ആശ്രയിക്കും. അതാണ് നിന്റെ നാമത്തെ അറിയുന്നവർ നിങ്ങൾ ആശ്രയിക്കുമെന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് യഹോവ റാഫെ, യഹോവ സൗഖ്യമാക്കുന്നു. മൂന്നാമത് യഹോവ ശാലോം. യഹോവ ശാലോം, ഇതിന്റെ അർത്ഥം യഹോവ സമാധാനമാകുന്നു. സമാധാനം നഷ്ടപ്പെട്ടവന് സമാധാനം നൽകാൻ ആർക്ക് കഴിയും? യഹോവയ്ക്ക് അല്ലെങ്കിൽ ദൈവത്തിന് കഴിയും എന്നുള്ള
ആ ഒരു വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ പേര് ദൈവത്തിന് ലഭിക്കുന്നത്. യഹോവ ശാലേം, ദൈവം സമാധാനമാകുന്നു. നാലാമത് പഴയ നിയമത്തിൽ കാണുന്ന പേരുകളാണ് ഇതെല്ലാം. യഹോവ റോയി, യഹോവ റോയി, യഹോവ റോയി, അതായത് യഹോവ ഇടയനാകുന്നു, യഹോവ ഇടയനാകുന്നു. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാവുകയില്ലെന്നൊക്കെ പറഞ്ഞ് ദാവീദ് തന്നെ 23-ാം സങ്കീർത്തനത്തിൽ പാടുന്നില്ലേ? അപ്പൊ ഇതെല്ലാം അതിൽ നിന്ന് വന്നതാണ്. യഹോവ റോയി, യഹോവ എന്റെ ഇടയനാകുന്നു. അഞ്ചാമത് യഹോവ നിസി, യഹോവ നിസി, യഹോവ എന്റെ കൊടിയാകുന്നു. യഹോവ എന്റെ കൊടിയാകുന്നു. കൊടി എന്ന് പറഞ്ഞാൽ വിജയത്തിന്റെ ലക്ഷണമാണ്. യഹോവ എന്റെ കൊടിയാകുന്നു, യഹോവ നിസി. അപ്പൊ ഈ നാമങ്ങളൊക്കെ പഴയ നിയമത്തിൽ യഹോവയായ ദൈവത്തിന് ഇസ്രായേൽ ജനം കൽപ്പിച്ചു കൊടുത്തിരുന്നു. കാരണം ഈ നാമത്തിൽ ഈ ജനം ആശ്രയിച്ചിരുന്നത് കൊണ്ടാണ്. നിന്റെ നാമത്തെ അറിയുന്നവർ നിങ്ങൾ ആശ്രയിക്കും. കണ്ടോ, ഈ നാമങ്ങളെ പറ്റിയുള്ള അറിവുള്ളവർ. അപ്പൊ രോഗികളും പാപികളും ദുഃഖിതരും ദരിദ്രന്മാരും വേദനയിലൂടെ ദുഃഖത്തിലൂടെ കടന്നു പോകുന്നവരെല്ലാം ഈ നാമത്തിൽ ആശ്രയിക്കും. കാരണം യഹോവ കരുതുന്നവനാണ്, യഹോവ സൗഖ്യം നൽകുന്നവനാണ്, സമാധാനം നൽകുന്നവനാണ്, ഇടയനാണ്, വിജയത്തിന്റെ കൊടി ജീവിതത്തിൽ നമുക്ക് പകർന്നു തരുന്നവനാണ് എന്നുള്ള ഒരു ചിന്ത ഈ ഭാഗത്ത് നിന്ന് പങ്കുവെക്കുവാനായിട്ട് സാധിക്കും. യഹോവേ, 10-ാമത്തെ വാക്യത്തിന്റെ 2-ാമത്തെ പാർട്ടാണ്, യഹോവേ നിന്നെ അന്വേഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കുന്നില്ലല്ലോ. അതിനുശേഷം സിയോനിൽ വസിക്കുന്ന യഹോവയ്ക്ക് സ്തോത്രം പാടുവീൻ, അവന്റെ പ്രവർത്തികളെ ജാതികളുടെ ഇടയിൽ ഘോഷിപ്പീൻ. രക്തപാതകത്തിന് പ്രതികാരം ചെയ്യുന്നവൻ അവരെ ഓർക്കുന്നു, എളിയവരുടെ നിലവിളിയെ അവൻ മറക്കുന്നുമില്ല. എളിയവരുടെ നിലവിളിയെ ആരും മറക്കില്ല, ദൈവം മറക്കില്ല. ഇപ്പോ ഈ പുറപ്പാട് പുസ്തകം പഠിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, മോശയെ ദൈവം മിസ്രയീമിന്റെ അടിമത്തത്തിലുള്ള ജനത്തിന്റെ അടുക്കിലേക്ക് അയക്കാനുള്ള ഒരു കാരണമുണ്ട്. എന്താ കാരണം എന്നറിയാമോ? ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. അതാണ് പുറപ്പാട് പുസ്തകത്തിന്റെ ആദ്യ ഭാഗത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഊഴിയ വേല നിമിത്തം അവരുടെ വലിയ വേദനയിൽ ഈ ജനം ദൈവത്തോട് നിലവിളിച്ചു. അപ്പൊ ഈ എളിയ ജനത്തിന്റെ നിലവിളിക്കുള്ള മറുപടിയാണെന്ത്? മോശ എന്ന പ്രവാചകനെ ദൈവം അവിടത്തേക്ക് അയച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എളിയവരുടെ നിലവിളി ദൈവം പരിഗണിക്കും. ഈ നിലവിളിയെ പറ്റി പറയുമ്പോൾ വേറെ കുറെ നിലവിളികൾ ദൈവസന്നദ്ധിയിൽ എത്തുമെന്നും അതിന് പെട്ടെന്ന് തന്നെ മറുപടി ഉണ്ടാകുമെന്നും അവിടെ പലയിടങ്ങളിൽ വേദപുസ്തകത്തിൽ ഞാൻ അതിന്റെ കൃത്യവാക്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല. ഒന്ന്, കൂലിക്കാരന്റെ കൂലി നിഷേധിച്ചാൽ അവന്റെ നിലവിളി ദൈവസന്നദ്ധിയിൽ എത്തും. യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ ഒരു വചനമാണ്. അതോടൊപ്പം തന്നെ ഉൽപ്പത്തി പുസ്തകത്തിലെ ഒരു വാക്യമാണ്, നിഷ്കളങ്ക രക്തം ഭൂമിയിൽ ചീന്തിക്കഴിഞ്ഞാൽ ആ രക്തത്തിന്റെ നിലവിളി, ജീവന്റെ നിലവിളി എവിടെ എത്തും? ദൈവസന്നദ്ധിയിൽ എത്തും. പിന്നീട് പറയുന്നത് വിധവയുടെയും അനാഥന്റെയും നിലവിളി ദൈവസന്നദ്ധിയിൽ എത്തും. അതുകൊണ്ടാണ് അവരെ ഉപദ്രവിക്കരുത്, അവരെ പ്രയാസപ്പെടുത്തരുതെന്ന് വചനത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ എളിയവരുടെ നിലവിളിയെ അവൻ മറക്കുന്നുമില്ല എന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എളിയവരായി തീർന്നാൽ നിലവിളി പെട്ടെന്ന് ദൈവസന്നിധി എത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് എളിയവരായി എളിമയുള്ള ഹൃദയത്തോടെ ജീവിച്ചാൽ പെട്ടെന്ന് സ്വർഗത്തിന്റെ മേഘോന്നതങ്ങളിലേക്ക് നമ്മുടെ പ്രാർത്ഥന ഉയർന്നു ചെല്ലുവാനായിട്ട് ഇടയായി തീരുമെന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. അതിനുശേഷം 13 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കാമോ? 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. യഹോവേ, എന്നോട് കരുണയുണ്ടാകണമേ. മരണവാതിലുകളിൽ നിന്ന് എന്നെ ഉദ്ധരിക്കുന്നവനെ, എന്നെ പകയ്ക്കുന്നവരാൽ എനിക്ക് നേരിടുന്ന കഷ്ടം നോക്കണമേ. ഞാൻ സിയോൻ പുത്രിയുടെ പടിവാതിലുകളിൽ നിന്റെ സ്തുതിയൊക്കെയും പ്രസ്താവിച്ച് നിന്റെ രക്ഷയിൽ സന്തോഷിക്കേണ്ടതിന് തന്നെ. ജാതികൾ തങ്ങൾ ഉണ്ടാക്കിയ കുഴിയിൽ താണുപോയി, അവർ ഒളിച്ചുവെച്ച വലയിൽ അവരുടെ കാൽ തന്നെ അകപ്പെട്ടിരിക്കുന്നു. അടുത്ത വായിക്കുന്നത് 16 വരെ. യഹോവ തന്നെത്താൻ വെളിപ്പെടുത്തി ന്യായവിധി നടത്തിയിരിക്കുന്നു.
ദുഷ്ടൻ സ്വന്തം കൈകളുടെ പ്രവൃത്തിയിൽ കുടുങ്ങിയിരിക്കുന്നു. മതി. അതായത് ഈ ദാവീദിന് എതിരായിട്ട് നിന്ന പലരും അവരെല്ലാം പരാജയപ്പെടുന്നു, അവർക്കെല്ലാം പ്രതിസന്ധികൾ വരുന്നു എന്ന് കാണുമ്പോൾ അദ്ദേഹം ദൈവസന്നിധിയിൽ നടത്തുന്ന ഒരു പ്രാർത്ഥന കൂടെയാണ്. യഹോവ തന്നെത്താൻ വെളിപ്പെടുത്തി ന്യായവിധി നടത്തിയിരിക്കുന്നു, ദുഷ്ടൻ സ്വന്തം കൈകളുടെ പ്രവൃത്തിയിൽ കുടുങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ദുഷ്ടൻ ആയി ജീവിച്ചാൽ സ്വന്തം കൈകളുടെ പ്രവൃത്തികൾ കൊണ്ട് കുടുങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ദുഷ്ടത ചെയ്യാതിരിക്കാൻ പരിശ്രമിക്കണമേ. 17, 17, 18 വാക്യങ്ങൾ ഇപ്രകാരമാണ്: ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്ന സകല ജാതികളും പാതാളത്തിലേക്ക് തിരിയും. ദരിദ്രനെ എന്നേക്കും മറന്നു പോവുകയില്ല. സാധുക്കളുടെ പ്രത്യാശയ്ക്ക് എന്നേക്കും ഭംഗം വരികയുമില്ല. ഇതിന് യേശു പുതിയ നിയമത്തിലൊരു ഉപമ പറയുന്നുണ്ട്. ഏതാന്ന് പറയാൻ പറ്റുമോ? ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്ന സകല ജാതികളും പാതാളത്തിലേക്ക് തിരിയും. ദരിദ്രനെ എന്നേക്കും മറന്നു പോവുകയില്ല. സാധുക്കളുടെ പ്രത്യാശയ്ക്ക് എന്നേക്കും ഭംഗം വരികയില്ല. അതിന് പുതിയ നിയമത്തിൽ ധനവാന്റെയും ലാസറിന്റെ ഉപമ. അത് തന്നെ, ധനവാന്റെയും ലാസറിന്റെയും ഉപമ. ദൈവത്തെ ഓർക്കാതെ ദുഷ്ടതയിൽ മുഴുകി പാവപ്പെട്ടവനെ കരുതാതെ ഈ ലോകത്തിന്റെ പ്രത്യയ ശാസ്ത്രങ്ങൾക്ക് വില കൊടുത്ത് ആഡംബരത്തിൽ സുഖിച്ച് പുളച്ച് ജീവിച്ച ഒരു മനുഷ്യനെ ആണ് ധനവാനായിട്ട് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അദ്ദേഹം മരിക്കുമ്പോ എന്ത് സംഭവിക്കുന്നേ? ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, സകല ജാതികളും ദൈവത്തെ മറക്കുന്ന സകല ജാതികളും പാതാളത്തിലേക്ക് തിരിയും. പാതാളത്തിലേക്ക് അതിവേദന സഹിക്കാനായി ധനവാന്റെ ആത്മാവ് പോയി, അല്ലെ? എന്നാൽ ലാസറിനെ പറ്റി, ദരിദ്രനെ എന്നേക്കും മറന്നു പോവുകയില്ല, സാധുക്കളുടെ പ്രത്യാശയ്ക്കെന്നും ഭംഗം വരികയുമില്ല. അപ്പോ ഈ ധനവാന്റെ ഗേറ്റിന്റെ മുമ്പിൽ കിടക്കുന്ന ഈ മനുഷ്യന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താണ്? ആ ധനവാന്റെ മേശയിൽ നിന്ന് വടിച്ച് പുറത്തേക്ക് കളയുന്ന വേസ്റ്റ് എങ്കിലും കിട്ടിയിരുന്നെങ്കിൽ, ഒരു തുള്ളി വെള്ളമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ, ഒരു സമാശ്വാസം കിട്ടിയിരുന്നെങ്കിൽ, ഒരു തലോടൽ കിട്ടിയിരുന്നെങ്കിൽ, ഒരു ആശ്വാസത്തിന്റെ വാക്കെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു. കിട്ടിയോ? ഈ ഭൂമിയിൽ വെച്ച് കിട്ടിയില്ല. എന്നാൽ മരിച്ചു കഴിഞ്ഞപ്പോ അബ്രഹാം പിതാവിനോട് ഈ ധനവാൻ പ്രാർത്ഥിക്കുമ്പോ എന്താ പറയുന്നത്? ധനവാന് മറുപടി കൊടുക്കുന്നത്, നീ ഭൂമിയിൽ സുഖിച്ചു പൊളച്ചു, എന്നാൽ ഇപ്പോൾ ഇവൻ ഇവിടെ ഇരുന്ന് സമാധാനത്തിലും സന്തോഷത്തിലുമായിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് സാധുക്കളുടെ പ്രത്യാശയ്ക്ക് എന്നും ഭംഗം വരികയില്ലെന്ന് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. പിന്നീട് 2 വാക്യങ്ങൾ: യഹോവേ എഴുന്നേൽക്കണമേ, മർത്യൻ പ്രബലനാകരുതേ, ജാതികൾ നിന്റെ സന്നിധിയിൽ വിധിക്കപ്പെടുമാറാകട്ടെ. യഹോവേ, തങ്ങൾ മർത്യരത്രേ എന്ന ജാതികൾ അറിയേണ്ടതിന് അവർക്ക് ഭയം വരുത്തണമേ. ഈ 2 വാക്യത്തോടുകൂടെ ഈ 9-ാം സങ്കീർത്തനം അവസാനിക്കുകയാണ്. 8ഉം 9ഉം സങ്കീർത്തനങ്ങൾ കുറേയൊക്കെ അതിന്റെ ആഴങ്ങളിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ നടത്തി ദൈവം വെളിപ്പെടുത്തലുകൾ നൽകി ദൈവത്തിന് നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. ശ്രമിച്ച നിങ്ങളെല്ലാവരോടുമുള്ള നന്ദി അർപ്പിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ തുടർന്നും ഓർക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. നാളെ ഇടവകയുടെ അർദ്ധവാർഷിക പൊതുയോഗമാണ്. എല്ലാവരും പ്രത്യേകമായി അതിന്റെ അനുഗ്രഹത്തിന് വേണ്ടി, ദൈവികമായ തീരുമാനങ്ങൾ ഇടവകയിൽ എടുക്കപ്പെടുന്നതിന് വേണ്ടിയൊക്കെ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് സ്നേഹപൂർവ്വം നിങ്ങളെ അറിയിക്കുകയാണ്. നമുക്ക് സമാപന പ്രാർത്ഥനയോടുകൂടെ അവസാനിപ്പിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദിമുതലെന്നും എന്നേക്കും തന്നെ. ആമീൻ. കാരുണ്യവാനായ ദൈവമേ, ഈ സന്ധ്യായാമത്തിൽ അങ്ങയുടെ തിരുവചനത്തിന്റെ മുമ്പാകെ ഇരിക്കുവാനും അത് വായിക്കുവാനും ധ്യാനിക്കുവാനും പഠിക്കുവാനും കേൾക്കുവാനും അവിടുന്ന് നൽകിയ കൃപയ്ക്കായിട്ട് നന്ദി അർപ്പിക്കുകയാണ്. എന്റെ ന്യായപ്രമാണം രാപ്പകൽ വായിച്ച് ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റുരുകത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം പുറപ്പെടുവിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവേ, ഈ വചനങ്ങളുടെ എല്ലാം അനുഗ്രഹവും ശക്തിയും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അവിടുന്ന് അഭിഷേകമായിട്ട് ഒഴുക്കി തരണമേ. എവിടെ ചെന്ന് എന്ത് പ്രവർത്തിക്കുമ്പോഴും ദൈവമേ, അങ്ങയുടെ നാമത്തിൽ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഫലം ചൂടി ദൈവമേ അനുഗ്രഹമായി തീരുവാനായിട്ട് അവിടുന്ന് ഇടയാക്കി തീർക്കണമേ. മനുഷ്യനെ ഓർക്കാൻ അവൻ എന്ത് മാത്രമുള്ളത്?
ദൈവമേ ഒന്നുമല്ലല്ലോ. എന്നിരുന്നാൽ പോലും അവിടുത്തെ കണ്ണിൽ ഞങ്ങൾ എത്രമാത്രം വിലയേറിയവരാണെന്ന് 8-ാമത്തെ സങ്കീർത്തനത്തിൽ അവിടുന്ന് വെളിപ്പെടുത്തി തന്നല്ലോ. സ്വന്തം പുത്രനോളം ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങളെ ആദരിക്കുന്ന, ഞങ്ങളെ ബഹുമാനിക്കുന്ന ദൈവമായ കർത്താവേ, അങ്ങയുടെ നാമത്തെ എത്രമേൽ ആരാധിച്ചാലും എത്രമേൽ മഹത്വപ്പെടുത്തിയാലും സ്തുതിച്ചാലും മതിവരില്ല എന്ന് ഞങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുന്ന ദൈവമേ, അങ്ങയുടെ നാമത്തിന് സ്തുതിയും മഹത്വവും പുകഴ്ചയും ഞങ്ങൾ കരയേറ്റുന്നു. സ്വന്തം മകനോളം കണ്ണിലെ കൃഷ്ണമണി പോലെ കയ്യിൽ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തി ഞങ്ങളെ പരിപാലിക്കുന്ന അവിടുത്തെ വലിയ കൃപയ്ക്കായിട്ട് നന്ദി അർപ്പിക്കുന്നു ദൈവമേ. പ്രപഞ്ചത്തെയും അതിലുള്ള സകല സൃഷ്ടികളെയും ഞങ്ങൾക്ക് അവിടുന്ന് കീഴടക്കി തന്നത് ദൈവമേ ഈ പ്രപഞ്ചത്തെ പരിപാലിക്കുവാനും അങ്ങയുടെ നാമത്തിന് മഹത്വം തരുവാനും വേണ്ടിയിട്ടാണല്ലോ. ഈ പ്രപഞ്ചത്തെ നശിപ്പിക്കുന്ന എല്ലാ പ്രവണതകളിൽ നിന്നും പിന്തിരിയുവാനായി ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ ദൈവമേ. 9-ാം സങ്കീർത്തനത്തിൽ ദൈവമേ അവിടുന്ന് ന്യായവിധിയെ പറ്റി ഞങ്ങൾക്ക് ബോധ്യം തന്നു. അവനവന്റെ പ്രവർത്തികൾക്കനുസരിച്ചുള്ള പ്രതിഫലം തരാനായിട്ട് കടന്നു വരുന്ന അവിടുത്തെ ന്യായവിധിയുടെ മുമ്പാകെ ദൈവമേ പാപികളും അരിഷ്ടരും ബലഹീനരുമായ ഞങ്ങൾ ലജ്ജിതരായി തീരാതെ വണ്ണം അങ്ങയുടെ കരുണയാൽ ഈ കാലഘട്ടത്തിൽ തന്നെ ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധീകരിച്ച് പാപ വഴികളിൽ നിന്ന് ദൈവമേ വിശുദ്ധിയുടെ പാതയിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് നയിക്കണമേ. കർത്താവെ, അവിടുന്ന് നൽകിയ എല്ലാ കൃപകൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി അർപ്പിക്കുന്നു. ദുഷ്ടതയിൽ ജീവിച്ച് ദൈവമേ കെണിയിൽ അകപ്പെടാതെ വണ്ണം നന്മയിൽ ജീവിച്ച് നന്മ പ്രതിഫലമായി ലഭിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ ദൈവമേ. അവിടുന്ന് സാധുക്കളുടെ എളിയവരുടെ നിലവിളി കേൾക്കുന്നുവെന്ന് അവിടുത്തെ തിരുവചനത്തിൽ ഞങ്ങളെ പഠിപ്പിച്ചു. എളിയവരായി ലോകത്ത് ജീവിക്കാൻ എളിമ നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങനെയുള്ള സ്വഭാവത്തോടുകൂടെ മറ്റുള്ളവരെ ആദരിച്ച് ബഹുമാനിച്ച് ജീവിക്കാൻ ദൈവമേ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ. ഈ കൂട്ടായ്മയിലായിരിക്കുന്ന എല്ലാ വ്യക്തികളെയും അവരുടെ കുടുംബങ്ങളെയും അടിയങ്ങളുടെ ഇടവകയെയും പരിശുദ്ധ സഭയെയും സഭാപിതാക്കന്മാരെയും ദൈവമേ എല്ലാ ആചാര്യന്മാരെയും എല്ലാ ഇടവക ദേവാലയങ്ങളെയും എല്ലാ ഭദ്രാസനങ്ങളെയും എല്ലാ ഭദ്രാസന മെത്രാപ്പോലിത്തമാരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപ കൊണ്ടും ജ്ഞാനം കൊണ്ടും നിറച്ച് ദൈവമേ അവിടുത്തെ തിരുഹിതപ്രകാരം ജീവിക്കാൻ സഹായിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, സകല പരിശുദ്ധന്മാരും ശുദ്ധിമതികളുമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവമേ, ഞങ്ങളിത് വാങ്ങിപ്പോയ എല്ലാ പൂർവികരെയും അബ്രഹാമ്യ ഭവനങ്ങൾ പാർപ്പിച്ച് ആശ്വസിപ്പിക്കണമേ. ആയത് പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമമഹത്വത്തിനായിട്ട് തന്നെ ആമീൻ. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഒരു നല്ല ശാന്തമായ ഒരു രാത്രി നേരുന്നു. നാളത്തെ വിശുദ്ധ കുർബാനയ്ക്ക് പ്രാർത്ഥനയോടുകൂടെ ഒരുങ്ങി വരുവാനായിട്ട് ശ്രദ്ധിക്കണമേ.